എന്ത് അട്ടിമറി നടത്തിയെന്നാണ് പറഞ്ഞത് ജി സുധാകരൻ എന്ന് ആദ്യം കേൾക്കാം. ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എന്നിലൂടെ വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളതൊക്കെ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റ് അല്ലാത്തവർ നേരിട്ട് വരും. അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്. ചിലത് എന്തായാലും തോന്നുന്നു പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയെ കലർത്തി പറഞ്ഞു. ഏതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്സിലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാനതിനൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നുവെന്ന് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാനും ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് വേറെ വാർത്തയൊന്നുമില്ല. അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാം. ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ പറയുകയും ചെയ്തു, ഇതാണ് സംഭവം. ജി സുധാകരനെ 2 തവണ പറഞ്ഞിട്ടുള്ള, ആദ്യം പറഞ്ഞതും ഇപ്പോൾ തിരുത്തിയതുമായിട്ടുള്ള വാക്കുകൾ, അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണം വേദിയിൽ സംസാരിക്കുമ്പോഴാണ് 2 തവണയും അദ്ദേഹം ആദ്യം ഇക്കാര്യം പറയുന്നതും പിന്നീട് അട്ടിമറിയല്ല, അത് ഭാവനയാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടത്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. രഘു, ജി സുധാകരൻ ഭാവനയൊക്കെയുള്ള, കവിഭാവനയൊക്കെയുള്ള ആളാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിനെ തന്നെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ, അതിന്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ജി സുധാകരനെ പോലൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം കടന്നു വന്നിട്ടുള്ള ഈ പദവികളൊക്കെ നമുക്കറിയാം, അദ്ദേഹം നടത്തിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഭാവന കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം ഇതിലൂടെ, ആരെയാണ് അദ്ദേഹം പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? പക്ഷേ ജി സുധാകരൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ്. പല കാര്യങ്ങളിൽ അദ്ദേഹം പരസ്യമായ പ്രതികരണം നടത്താറുണ്ട്. സർക്കാരിനെയും മന്ത്രിമാരെയും ഒക്കെ വിമർശിച്ച് അദ്ദേഹം പരസ്യ പ്രസ്താവനകൾ നടത്താറുമുണ്ട്. അതിനൊക്കെ അദ്ദേഹം നൽകുന്ന വിശദീകരണം ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി, സ്വയം തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിമർശനം നടത്തുന്നുള്ളതാണ് എല്ലാ കാലത്തും ജി സുധാകരൻ്റെ നിലപാട്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ആ പ്രക്രിയയെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുകയും അതിനെ കളങ്കപ്പെടുത്തുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെയുള്ള അതിവാര്യമായിട്ടുള്ള നിയമപരമായ നടപടി അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. 2, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ കേരളമാകെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. കാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നതാണ് CPM ബൂത്ത് പിടിക്കുകയും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണെന്നുള്ളൊരു വിമർശനത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി തന്നെ രാഷ്ട്രീയമായി CPM-ന് പ്രതിരോധം ഉണ്ടാവും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഭയവുമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം 2 മണിക്കൂറിന് ശേഷം CPI-യുടെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ യൂണിയൻ നേതാക്കളുടെ ആവശ്യപ്രകാരം അവിടെ യൂണിയനിൽ അംഗത്വമുള്ള സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകൾ CPM-ന് തന്നെ LDF-ന് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള ഭാവന കലർന്നൊരു ഭീഷണിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായ വിവാദം, അല്ലെങ്കിൽ CPM-ന് ഒരുപക്ഷെ പ്രതിരോധിക്കാൻ ജി സുധാകരൻ്റെ ഈ പ്രസ്താവന ഉപകരിക്കും. പക്ഷേ നിയമപരമായിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് കാത്തിരിക്കേണ്ടി വരും. കാരണം ജില്ലാ കളക്ടർ ഇപ്പോൾ തന്നെ ആ പരാതി സൗത്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നിയമപരമായി കേസെടുക്കുക, ഭാവന കലർത്തി പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണം ആകും. ഒരിക്കലുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആളുകൾ അദ്ദേഹത്തെ ഈ വെട്ടിത്തുറന്നു പറയുന്ന, അല്ലെങ്കിൽ സാധാരണ നാട്ടിൻപുറത്തെ ഭാഷയിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും വിമർശനാത്മകമായൊരു നിലപാട് സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 50 വർഷത്തിലധികം കാലം ആലപ്പുഴയിലെ പാർട്ടിയെ
പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ നിയന്ത്രിച്ച തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരു കാർക്കശ്യമുള്ള നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജി സുധാകരൻ ആയതുകൊണ്ട് ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇടപെടൽ മനുഷ്യരുടെ ഭാഗത്ത്, പക്ഷേ നിയമപരമായി അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഉണ്ടാവുമായിരിക്കും. അത് രഘു സൂചിപ്പിച്ച പോലെ തന്നെ നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് സുധാകരന് ലഭിക്കുമോ എന്നുള്ളതാണ്. സുധാകരൻ എല്ലാം വെട്ടി തുറന്നു പറയുന്ന ആളാണ്. അങ്ങനെ യാതൊരു കുസലമില്ലാതെയാണ് അദ്ദേഹം ഇക്കാര്യവും തുറന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുന്നു എന്നുള്ളതാണ്.